ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു വെറൈറ്റി ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാന്റിൻ്റെ കെയറിങ്, അതേപോലെ എങ്ങനെ നമുക്ക് ഇത് ഹെൽത്തി ആയിട്ട് വളർത്താം, ഏതൊക്കെ പോട്ടിൽ വളർത്താം, പിന്നെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം. ഫ്ലവറിങ് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. അപ്പം പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഹാങ്ങിങ് പോട്ടിൽ 4 ഭാഗത്തും നിറയെ പൂക്കൾ അതേപോലെ താഴേക്ക് വളർന്നു വന്നിട്ടുണ്ട്. എപ്പീഷ്യയിൽ തന്നെ കുറച്ച് അധികം വെറൈറ്റികളുണ്ട്. ലീഫുകളുടെ കളർ വേരിയേഷൻസും പൂക്കളുടെ നിറത്തിലെ വ്യത്യാസത്തിനനുസരിച്ച് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികളുണ്ട്. ഈ ചെടികൾ തന്നെ നമുക്ക് ചട്ടിയിൽ നിലത്തും വെച്ച് പിടിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പറയാം സിൽവർ ടച്ചുള്ള ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ പൂക്കൾ വിരിയാറാവുന്നതേ ഉള്ളൂ. നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്ത എല്ലാ പ്ലാന്റുകളും വളർന്നു വന്നിട്ടുണ്ട്. അതേപോലെ പുതിയ തൈകൾ സ്പ്രെഡായിട്ട് വളർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതും റെഡ് ഫ്ലവറാണ് കിട്ടിയതെന്ന്. ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചട്ടികളിൽ വെച്ചാലും ഈ ചെടികൾ താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് വരും. ഫ്ലവറിങ് പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ലോ മെയിൻ്റനൻസ്, ചെറിയ കെയറിങ് മാത്രം മതി ഈ ചെടികൾക്ക്. അപ്പോൾ നമ്മൾ ചട്ടികളിലൊക്കെ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, കുറേ എപ്പീഷ്യ ചെടികൾ വളർന്ന് നിൽക്കുന്നുണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടികളിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. മിൽക്കി ബാംബു പ്ലാന്റ് ആണ്. അതിൻ്റെ ചുവട്ടിലെ ചട്ടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിറയെ വന്നിട്ടുണ്ട്. ഇത് താഴേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി പ്ലാന്റാണിത്. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ കെയറിങ് കുറച്ച് മതി. അതേപോലെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ നടുന്ന സമയത്തുള്ള വളമാണ് പ്രധാനമായിട്ടും. പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചാണകവെള്ളം എന്തെങ്കിലും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്തരത്തിലുള്ള വളങ്ങൾ മാത്രം മതി ഈ ചെടികൾക്ക്. ഓവറായിട്ട് ഫെർട്ടിലൈസർ കൊടുത്തതിൻ്റെ ചെടികൾ കേടായി പോവുകയും ചെയ്യും. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. കോഫി കളറാണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടറിയാം. അതുപോലെ ഫ്ലവറിങ് ഒരു ഓറഞ്ച് ടച്ചുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കൂടിയാണിത്. ഇതും നല്ലൊരു ഹാങ്ങിങ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മൾ ചെങ്കലിൻ്റെ ചുമര് മതിലിൻ്റെ മുകളിൽ പടർത്തി കൊടുത്തിട്ടുള്ള എപ്പീഷ്യയാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഈ കോഫി കളറുള്ള ഒരു വെറൈറ്റീൻ്റെയാണ് പടർന്ന് കയറിയിട്ടുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഈ മതിലിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം മഴ പെയ്തതിന് ശേഷം നല്ലോണം വീണ്ടും കുറേ ഏരിയയിലേക്ക് പടർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ യാതൊരു കെയറും ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല. നല്ല വേനലാകുന്ന സമയത്തൊന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി. വളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇത് നിറയെ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നിറയെ പടർന്ന് ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ വെർട്ടിക്കൽ ഗാർഡനായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിറയെ പൂക്കളും വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെ കണ്ട ഫ്ലവറിങ്ങിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പിങ്ക് ഫ്ലവറാണ് ഇതിലുള്ളത്. നേരത്തെ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ കാണിച്ചു തന്നത് പിങ്ക് അല്ലായിരുന്നു, ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ഫ്ലവറായിരുന്നു. അപ്പോൾ പല വെറൈറ്റിയിലുള്ള എപ്പീഷ്യകളുണ്ട്. എപ്പീഷ്യകൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതേപോലെ മഞ്ചുമരൽ നമ്മൾ പടർത്തി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ചെടികൾ നമ്മൾ ചുമരിൽ വെർട്ടിക്കൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ്. ഒരു മതിലിൻ്റെ അരികിലാണ്. അപ്പോൾ മണ്ണിൽ പറ്റിപ്പിടിച്ച് നിറയെ സ്പ്രെഡായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മതിലിൻ്റെ സൈഡിലൊക്കെ ഇത്തരത്തിൽ ചെടികൾ കാണാം. പല ചെടികളും പണ്ട് കാലങ്ങളിൽ നമ്മൾ മതിൽ സൈഡിലൊക്കെ ഉണ്ടാകുന്നൊരു വെറൈറ്റി തന്നെയാണിത്. ഇതും അതേപോലെ ഒരു മതിലിൻ്റെ മുകളിൽ പടർന്ന് വളർന്നിട്ടുള്ള എപ്പീഷ്യയുടെ ചെറിയ തൈകളാണ്. ഇതിൻ്റെ കളറ് നോക്കിയാൽ ലീഫുകൾ നമ്മൾ നേരത്തെ കണ്ട സിൽവർ പ്ലാന്റും എപ്പീഷ്യയും അതേപോലെ പിന്നീട് കണ്ട കോഫി കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ നമ്മളെ കയ്യിലില്ലായിരുന്നു. ഇപ്പം ഈ ചുമരിൻ്റെ മുകളിൽ അത് പടർന്ന് കയറുന്നുണ്ട്. നമ്മൾ അടുത്തൊക്കെ ഇതിൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിത്തുകൾ എന്തെങ്കിലും വീണ് മുളച്ചതായിരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ചുമരിൻ്റെ മുകളിൽ ഇത് മുളച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ സാവധാനം ഇളക്കിയെടുത്താൽ മതി. തൈകൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഒരു പോട്ടിലേക്ക് വെച്ചെടുക്കുന്നതിന് നോക്കാം. 2 ചെറിയ തൈകൾ അവിടെ തന്നെ നിർത്തിയിട്ട് ആവശ്യമുള്ള വലിയ തൈകൾ മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു പോട്ടിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. പോട്ടി മിക്സ് പറഞ്ഞാൽ ചാണകപ്പൊടി മണ്ണാണ്. ഇതൊരു സിമെൻറ്റ് പോട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സിമെൻറ്റ് പോട്ടാണ്. അടിവശത്ത് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പോട്ടി മിക്സ് ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് മണൽ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇതിലേക്ക് തൈകൾ നമ്മൾ വേരുകൾ മണ്ണിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. പിന്നീട് അത് പടർന്ന് ഇതിൽ മൊത്തമായിട്ട് സ്പ്രെഡായി തീരുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മളിതിന് മുകളിൽ കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പീശയുടെ ഏത് ചെടികളും നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പീഷ്യയെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നൊരു കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.